കേരളത്തിലെ 2026 108 ഗവൺമെൻറ് ITIകളിലേക്കുള്ള അഡ്മിഷൻ പ്രക്രിയ ആരംഭിച്ചിരിക്കണം. 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ജോലി സാധ്യതയുള്ള സ്കിൽ കോഴ്സുകൾ നൽകുന്ന സ്ഥാപനങ്ങളാണ് കേരളത്തിലെ ITI എന്ന് പറയുന്നത്. ഈ ITIയിൽ 108 ഗവൺമെൻറ് ITI ആണ് കേരളത്തിലുള്ളത്. അതിൽ 78 ട്രേഡുകൾ 78 വിഭാഗങ്ങളിലേക്കാണ് അഡ്മിഷൻ പ്രക്രിയ നടക്കുന്നത്. ത്രിവത്സര കോഴ്സ് ഉണ്ട്, 2 വർഷത്തെ കോഴ്സ് ഉണ്ട്, 1 വർഷത്തെ കോഴ്സ് ഉണ്ട്, 6 മാസത്തെ കോഴ്സ് ഉണ്ട്. ഈ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ പ്രക്രിയക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഈ വരുന്ന 30ാം തീയതിക്കുള്ളിൽ നിങ്ങൾ അപേക്ഷ സമർപ്പണം പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഈ 108 ഗവൺമെൻറ് ITIയിൽ നമ്മളെ മുൻഗണനാ അടിസ്ഥാനത്തിൽ നമ്മൾ അപേക്ഷ സമർപ്പണം പൂർത്തീകരിക്കുകയാണ് വേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതൊക്കെയാണ് കേരളത്തിലെ 108 ഗവൺമെൻറ് ITIകൾ. ഈ ഗവൺമെൻറ് ITIയിലേക്കുള്ള അഡ്മിഷൻ പ്രക്രിയയാണ് നിങ്ങൾ നടത്തുന്നത്. അപേക്ഷ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. 100 രൂപയാണ് അപേക്ഷ ഫീസായിട്ട് ഓൺലൈനിൽ നൽകേണ്ടത്. അങ്ങനെ നമ്മൾ അപേക്ഷ കൊടുത്തതിന് ശേഷം നമുക്കൊരു PDF ഒരു പ്രിന്റഡ് ലഭ്യമാകും. നമ്മൾ അക്ഷയ പോയിട്ടായിരിക്കും നമ്മൾ അപേക്ഷിക്കുക. അങ്ങനെ ആ പ്രിന്റഡ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അടുത്തുള്ള നമ്മൾ അപേക്ഷയിൽ നമ്മൾ അടുത്തുള്ള ഏത് ITI ആണോ അവിടെ കൊണ്ടുപോയി അത് സമർപ്പിക്കണം. ഏതെങ്കിലും ഒരു ITIയിൽ നമ്മളത് സമർപ്പിക്കണം. നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ അപേക്ഷ കൊടുത്തത് മുതൽ അതിൻ്റെ ഓരോ ഘട്ടത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മെസ്സേജ് ആയിട്ട് അവർ അയക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് അതിൻ്റെ അപേക്ഷ സമർപ്പണം ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിക്കുക. ITIയുടെ വെബ്സൈറ്റിൽ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. പിന്നീട് ലോഗിൻ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടത്. പിന്നീട് നമ്മൾ വെബ്സൈറ്റിൽ റാങ്ക് ലിസ്റ്റ്, ഓരോ ITIയുടെ വെബ്സൈറ്റിലും റാങ്ക് ലിസ്റ്റ് വരും. ആ റാങ്ക് ലിസ്റ്റ് പരിശോധിച്ച് ഏത് ഡേറ്റിലാണോ അഡ്മിഷൻ ആ സമയത്ത് പോയി അഡ്മിഷൻ എടുക്കണം. അതുപോലെ തന്നെ അതാത് കോളേജിൽ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റുകൾ, അതായത് ITIകളിൽ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യും. ആ റാങ്ക് ലിസ്റ്റ് നമ്മൾ പോയി പരിശോധിക്കണം. നമുക്ക് കിട്ടാൻ അഡ്മിഷൻ എടുക്കാനുള്ള ചാൻസ് ഉണ്ടോ, ലഭിക്കാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കണം. അപ്പോൾ നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ നമ്മുടെ മുൻഗണനയുടെ അടിസ്ഥാനത്തിൽ ഓർഡർ ആയിട്ട് കൊടുക്കുക. നമുക്ക് ആദ്യം വേണ്ട ITI ആണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്, സെക്കൻഡ് വേണ്ടത് പിന്നീട് കൊടുക്കുക. ഈ രീതിയിൽ നമ്മൾ അപേക്ഷ സമർപ്പണം പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. ഇതിൽ ഏതൊക്കെയാണ് സ്കീം ഉള്ളത്, ഏതൊക്കെയാണ് ട്രേഡ് ഉള്ളത്, ഏതൊക്കെ മേഖലയിലുള്ള കോഴ്സ് ട്രേഡ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാവുന്നതാണ്. AYT, ആർക്കിടെക്ചർ, ഡ്രോക്സ്മാൻ, അങ്ങനെ 78 മേഖല ഉണ്ട്. അങ്ങനെ ഓരോന്ന് നമുക്ക് പരിശോധിക്കാൻ സാധിക്കും. ഈ ഓരോന്ന് പരിശോധിച്ച് നമുക്ക് ഏതാണോ വേണ്ടത്, നമ്മൾ ഏത് മേഖലയിലേക്കാണോ പോകാൻ താല്പര്യപ്പെടുന്നത്, ഫിറ്റർ, ഹോസ്പിറ്റൽ, ഹൗസ് കീപ്പിംഗ്, ഹോർട്ടിക്കൾച്ചർ, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള 78 മേഖലകളിലാണ് നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ്ങിൻ്റെയും ക്രാഫ്റ്റ് ട്രെയിനിങ് സ്കീമിൻ്റെയും കീഴിലാണ് ഇത് വരുന്നത്. ഇതാണ് ഗവൺമെൻറ് ITI. ഓക്കെ, ബേബി ജോൺ മെമ്മോറിയൽ ITI, അവിടെയുള്ള ട്രേഡ് ഡ്രോക്സ്മാൻ, ഫാഷൻ ഡിസൈൻ ടെക്നോളജി, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ, അങ്ങനെ ഓരോ ITIയുടെയും വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്കത് പരിശോധിക്കാൻ, ഇതിൽ നിന്ന് നമുക്ക് പരിശോധിക്കാൻ സാധിക്കും. ഓക്കെ, ഇങ്ങനെ ഓരോന്ന് നമ്മൾ പരിശോധിച്ചിട്ട് നമ്മൾക്ക് വേണ്ട ITIയിൽ, ഗവൺമെൻറ് ITI അരീക്കോട്, ഇവിടെ കുറേ കോഴ്സുള്ള ഒരു ITI ആണ്. അങ്ങനെ ഓരോന്ന് പരിശോധിച്ചിട്ട് ഇതിൻ്റെയൊക്കെ ഡ്യൂറേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഗവൺമെൻറ് ITI അരീക്കോട് എടുത്തു, അവിടെ മെക്കാനിക് ഉണ്ട്, NCQF ലെവൽ 4 ആൻഡ് ഡ്യൂറേഷൻ 24 മന്ത്, 2 വർഷത്തെ കോഴ്സാണ്. അങ്ങനെ ഓരോ 12 മന്തിൻ്റെ കോഴ്സ് ഉണ്ട്, 12 മാസം, അങ്ങനെ ഓരോന്നിൻ്റെയും എത്ര മാസമാണ്, അതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, NCVT ആണോ, ആ കാര്യങ്ങളൊക്കെ അതിൽ കൃത്യമായിട്ട് അതിൽ നൽകിയിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ നമ്മൾ മെക്കാനിക് എടുത്തു. മെക്കാനിക് എടുത്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, മെക്കാനിക്കിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ അതിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അപേക്ഷാ സമർപ്പണം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ അപേക്ഷാ സമർപ്പണം പൂർത്തീകരിക്കുക. നല്ലൊരു മേഖലയാണ് എന്നുള്ള പറയാം. നമ്മളൊരു തൊഴിൽ പഠിക്കണം, ഒരു പ്രൊഫഷണൽ നമ്മൾ പഠിക്കണം. ഓക്കെ, ആ പ്രൊഫഷണൽ പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ ബെനിഫിറ്റ് ഉണ്ടാവും. ഓക്കെ, നമുക്ക് അതിൻ്റേതായ ബെനിഫിറ്റ് നമുക്കുണ്ടാവും. ഒരു തൊഴിൽ പഠിക്കണം, 2 വർഷം കൊണ്ട് നമ്മളൊരു തൊഴിൽ മേഖലയിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് കപ്പാസിറ്റി കിട്ടുന്ന രീതിയിലുള്ള കോഴ്സുകളാണ്. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ഈ ITI കോഴ്സിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ.